നമസ്കാരം. ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നത് സ്ത്രീകളാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ സ്ത്രീകൾ എന്ത് ചെയ്താലും അവരെ പൊതിഞ്ഞു പിടിച്ച്, അതായത് അവരെ കവർ ചെയ്ത് അവരെ സംരക്ഷിക്കുന്നതാണ് കണ്ടുവരുന്നത്. പുരുഷന്മാരെല്ലാം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും മഹാ അപരാധികളായി ചിത്രീകരിക്കപ്പെടുന്നു. അവർ സമൂഹത്തിൽ വളരെ നിന്ദിക്കപ്പെടുന്നു. അത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഒരു വലിയ സംഭവമാണ്. അത് അത്ര കണ്ടില്ലെന്ന് നടിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഇതിനിടയിലാണ് 586 പേജിന്റെ ഒരു വിധിന്യായം വരുന്നത്. ഈ ഗ്രീഷ്മ ഷാരൂണിനെ കൊന്നത് തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട്, വധശിക്ഷ വിധിച്ചുകൊണ്ട്, മരണം വരെ തൂക്കിലേറ്റാൻ വിധിച്ചുകൊണ്ട് 586 പേജുള്ള ഒരു വിധിന്യായം വരുന്നത്. ഇത്തരത്തിലുള്ളൊരു വിധി വരാൻ കേരള പോലീസ് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ ചെറുതൊന്നുമല്ല. തുടക്കത്തിൽ ഗ്രീഷ്മയെ അനുകൂലിച്ചു നിൽക്കുന്നു എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ഗ്രീഷ്മയിൽ നിന്ന് ഓരോരോ തെളിവുകൾ ഉണ്ടാക്കി, തെളിവുകൾ കണ്ടെത്തി, ഒരു തെളിവും ഇല്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് വളരെ കൃത്യമായ ഒരു കുറ്റാന്വേഷണം നടത്തി തെളിവ് സഹിതം എല്ലാം പുറത്തു കൊണ്ടുവന്നു. അതായത് ഇല്ലാത്ത തെളിവ് ഉള്ളിടത്ത് നിന്ന് കണ്ടെത്തി കൊണ്ടുവന്നു. അതാണ് കേരള പോലീസിന്റെ കഴിവ് എന്ന് പറയുന്നത്. കേരള പോലീസിന്റെ മാത്രം കഴിവ്. അവരെ സ്വതന്ത്രമായി അന്വേഷിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ കേരള പോലീസിനോളം പോകുന്ന മറ്റൊരു അന്വേഷണ ഏജൻസി ലോകത്തുണ്ടാവൂല എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് ഇത്. പക്ഷെ അവർക്ക് കഴുത്തിന് കയറിട്ട് കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ അതിനൊക്കെ ഒരു അപവാദമാണ് ഈ ഗ്രീഷ്മ ഷാരൂൺ കേസ് എന്ന് പറയുന്നത്. ഷാരൂണിനെ കൊന്ന ഈ കേസ്. ഇത് സംബന്ധിച്ച് 586 പേജുള്ള വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ള പ്രസക്തമായ ചില ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളാണ് ഞാനൊന്ന് വായിക്കുന്നത്. ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ വിഷം നൽകി കൊലപ്പെടുത്തുന്നത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകും. മരണക്കിടക്കയിലും ഷാരൂൺ ഗ്രീഷ്മയെ സ്നേഹിച്ചിരുന്നു. നോക്കൂ, ഷാരൂണിന് വിഷം കൊടുത്തത് ഗ്രീഷ്മയാണ്. ഗ്രീഷ്മയുടെ ആ വിഷം വാങ്ങി കുടിച്ചുകൊണ്ട് മരിക്കാൻ കിടക്കുമ്പോഴും ഗ്രീഷ്മയെ ഷാരൂൺ സ്നേഹിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഗ്രീഷ്മയ്ക്ക് ശിക്ഷ ലഭിക്കുന്നത് ഷാരൂൺ ആഗ്രഹിച്ചിരുന്നില്ല. ഷാരൂണിന് പരാതിയുണ്ടോ ഇല്ലയോ എന്നത് കോടതി പരിഗണിക്കേണ്ടതില്ല. സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരൂണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ നിരന്തരം ശ്രമിച്ചു. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനെന്ന് പറഞ്ഞാണ് ഷാരൂണിനെ വിളിച്ചു വരുത്തിയത്. കുടിക്കാൻ കിട്ടിയ ജ്യൂസിൽ എന്തോ കലർന്നിട്ടുണ്ട് എന്ന് ഷാരൂണിന് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് ഷാരൂൺ വീഡിയോ ചിത്രീകരിച്ചത്. 11 ദിവസം ഒരു തുള്ളി വെള്ളം പോലും കഴിക്കാനാകാതെയാണ് ഷാരൂൺ ആശുപത്രിയിൽ കിടന്നത്. ഗ്രീഷ്മ വിശ്വാസവഞ്ചന നടത്തി. ഗ്രീഷ്മയെ വാവ എന്നാണ് ഷാരൂൺ വിളിച്ചിരുന്നത്. കൊലപാതകം നടത്താൻ പ്രകോപനമൊന്നും ഉണ്ടായിരുന്നില്ല. ഗ്രീഷ്മയെ ഷാരൂൺ മർദ്ദിച്ചതിന് യാതൊരു തെളിവും ഇല്ല. കുറ്റകൃത്യം ചെയ്തിട്ടും അവസാനം വരെ പിടിച്ചു നിൽക്കാനുള്ള ഗ്രീഷ്മയുടെ കൗശല ശ്രമം വിജയിച്ചതുമില്ല. ഒക്ടോബർ 14 ഗ്രീഷ്മ ഷാരൂണിനെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ കൊല്ലാനാണ് വിളിക്കുന്നത് എന്ന് ഷാരൂണിന് അറിയില്ലായിരുന്നു. സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കഴിയില്ലെന്ന സന്ദേശമാണ് ഈ കേസ് നൽകിയത്. പ്രതിയുടെ പ്രായം കോടതിക്ക് കണക്കിലെടുക്കാൻ കഴിയില്ല. മറ്റു കുറ്റകൃത്യങ്ങൾ മുമ്പ് ഏർപ്പെട്ടിട്ടില്ല എന്ന വാദവും പരിഗണിക്കാൻ കഴിയില്ല. ഗ്രീഷ്മ നേരത്തെ വേറെ വധശ്രമം നടത്തിയിരുന്നു, വീണ്ടും കുറ്റം ചെയ്തു. ഗ്രീഷ്മയുടെ ആത്മഹത്യാ ശ്രമം അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ മാത്രമായിരുന്നു. വിവിധ ഘട്ടങ്ങളായി കൊലപാതകം നടത്തുകയായിരുന്നു ഗ്രീഷ്മയുടെ ലക്ഷ്യം. ഗ്രീഷ്മയ്ക്കെതിരെ 48 സാഹചര്യ തെളിവുകളുണ്ട്. ഇത്തരം കേസുകളിൽ പരമാവധി ശിക്ഷ നൽകരുത് എന്ന് ഒരു നിയമവുമില്ല. ഷാരൂൺ അനുഭവിച്ചത് വലിയ വേദനയാണ്. ആന്തരിക അവയവങ്ങളെല്ലാം അഴുകിയ നിലയിലായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇവിടെ ഗ്രീഷ്മയ്ക്ക് വേണ്ടി ഇനി വാദഗതികൾ ഉയരും എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇനി ഒരുപക്ഷെ വന്നേക്കാം. സ്ത്രീപക്ഷവാദികൾ ഒരുപക്ഷെ ഗ്രീഷ്മയെ അനുകൂലിച്ചു വരും തോന്നില്ല. എങ്കിലും അവിടെയും ഇവിടെയും ഒക്കെ ഗ്രീഷ്മയുടെ പ്രായവും മറ്റു കാര്യങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ചില വാദഗതികൾ ഉയർന്നു വന്നേക്കാം. ഒന്ന് മനസ്സിലാക്കേണ്ടത്, 2022 ഒക്ടോബർ 14 ഈ സംഭവം നടക്കുന്നത്. ലൈംഗിക ബന്ധത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ഷാരൂണിനെ വിളിച്ച് ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് വരുത്തുന്നത്, അവിടേക്ക് വിളിച്ചു വരുത്തി കീടനാശിനി കുടിക്കാൻ കൊടുക്കുന്നത്. ആ കീടനാശിനി കുടിച്ചുകൊണ്ട് 11 ദിവസത്തിന് ശേഷം 25 ഷാരൂൺ മരണപ്പെടുന്നത്. മനസ്സിലാക്കണം, 2022 ഒക്ടോബർ 14 ആന്തരിക അവയവങ്ങൾക്ക് ഒരു കേടുമില്ല എന്നുണ്ടെങ്കിൽ 25 മരണപ്പെടുമ്പോൾ ആന്തരിക അവയവങ്ങളെല്ലാം അഴുകിപ്പോയിരുന്നു. അഴുകിപ്പോന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മാരകമായിരുന്നു. അനുഭവിച്ച വേദനയുടെ ആഴമൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ശരീരത്തിൽ നമ്മുടെ അകത്തുള്ള അവയവങ്ങൾ, ഹൃദയമായിക്കോട്ടെ, കരളായിക്കോട്ടെ, കിഡ്നി ആയിക്കോട്ടെ, മറ്റെന്ത് അവയവങ്ങളായിക്കോട്ടെ, ഏതായിരുന്നാലും ഓരോന്ന് അഴുകി തീരുമ്പോൾ ഉള്ള ഒരു വേദന ഉണ്ടല്ലോ, ആ ഒരു വേദന അത്രത്തോളം അനുഭവിച്ചാണ് ഷാരൂൺ മരണപ്പെടുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ വിളിക്കേണ്ടത് പിശാച് എന്ന് തന്നെയാണ്. ഗ്രീഷ്മയെ ഷാരൂൺ വിളിച്ചിരുന്നത് വാവ എന്നാണെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ വാവ എന്ന് വിളിക്കുകയല്ല, പിശാച് എന്നാണ് വിളിക്കേണ്ടിയിരുന്നത്. അപ്പോ ഈ പിശാചിന് എന്താണ് ചെയ്യേണ്ടത്? ഇത്തരത്തിൽ പിശാചുകൾ എന്താണ് ചെയ്യേണ്ടത്? സ്ത്രീയാണ് എന്ന് പരിഗണന കൊടുക്കണോ? പ്രായം കുറവാണ് എന്ന് പരിഗണന കൊടുക്കണോ? അതോ തനിക്കിന് പഠിക്കാനുണ്ട്, ആകെ ഒരൊറ്റ മോളെ ഉള്ളു എന്നതിൽ പരിഗണന കൊടുക്കണോ? അങ്ങനെ എന്തെങ്കിലും പരിഗണന കൊടുക്കേണ്ടതുണ്ടോ? ഏതെങ്കിലും വിധത്തിൽ പരിഗണിക്കേണ്ടതുണ്ടോ? ഒന്നും തന്നെ ഇല്ല.
വളരെ ആസൂത്രിതമായി ഒരു മനുഷ്യനറിയാതെ പ്ലാൻ ചെയ്തു. ഒരു പക്ക ക്രിമിനൽ പോലും, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള കില്ലർമാരുണ്ട്, കൊലയാളികളുണ്ട്, അവർക്ക് പോലും സാധിക്കാത്ത, അവർ പോലും ചിന്തിക്കുന്നതിന് അപ്പുറമാണ് ഗ്രീഷ്മ പ്ലാൻ ചെയ്തത്, നടപ്പിലാക്കിയത് എന്ന് ചിന്തിക്കണം. എന്നിട്ടോ കൊല നടത്തിയതിനു ശേഷം ഒരു കാരണവശാലും അത് പിടികൊടുക്കാതെ മറികടന്ന് പോകാനും ശ്രമിച്ചു. ഇതിനിടയിലാണ് ആത്മഹത്യാ ശ്രമം നടത്തുന്നത്. ആ ആത്മഹത്യ ഒരുപക്ഷെ അന്വേഷണ വിഭാഗം കരുതും ഒരു നിരപരാധിയാണ്, അല്ലെങ്കിൽ തനിക്കൊന്നും അറിയില്ല, മനോവിഷമം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു എന്നൊക്കെ കരുതും. പക്ഷെ അതുപോലും ഒരു നാടകമായിരുന്നു, അന്വേഷണത്തെ വഴിമാറ്റി വിടാൻ വേണ്ടിയായിരുന്നു എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. കോടതി പ്രത്യേകം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. കുറ്റകൃത്യം ചെയ്തിട്ടും അവസാനം വരെ പിടിച്ചു നിൽക്കാനുള്ള ഗ്രീഷ്മയുടെ കൗശല ശ്രമം വിജയിച്ചില്ല എന്ന്. അതായത് താനാണ് കൊന്നത് എന്ന് ഗ്രീഷ്മയ്ക്ക് ഉത്തമ ബോധ്യമുണ്ട്. എങ്ങനെയാണ് മരണപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി അറിഞ്ഞു തന്നെയാണ് ഗ്രീഷ്മ ഈ കർമ്മം നടത്തിയത്. അപ്പൊ ആ നിലയ്ക്ക് അത്തരത്തിൽ സംഭവിക്കുമെന്ന് അറിയാവുന്ന ഗ്രീഷ്മ മുന്നേ കൂട്ടി തന്നെ പ്ലാൻ ചെയ്തിരുന്നു. ഓരോ ഘട്ടത്തിലും താൻ എങ്ങനെ രക്ഷപ്പെടണം, എന്തൊക്കെ പറയണം, ഒരുപക്ഷെ പിടിക്കപ്പെട്ടാൽ എന്ത് ചെയ്യണം എന്നുപോലും കൃത്യമായി പ്ലാൻ ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രതിക്ക് എന്തിന് ഒരു ശിക്ഷ ഇളവ് കൊടുക്കണം? അതുമാത്രമോ, ഈ ഷാരോണുമായി സ്നേഹബന്ധം തുടരുമ്പോഴും, നല്ല ബന്ധമാണ് അവർ തമ്മിൽ, ആ ബന്ധം അങ്ങനെ തന്നെ തുടരുമ്പോഴും ഉള്ളിൽ എങ്ങനെ കൊല്ലണം, എപ്പോ കൊല്ലണം എന്നുള്ള പ്ലാനിങ് ആണ്. അതായത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സൗഹൃദം തുടരുന്നത്. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത്, ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ വിഷം നൽകി കൊലപ്പെടുത്തുന്നത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്ന്. ഇങ്ങനെ ബന്ധം ഏർപ്പെട്ട ശേഷം, എന്തെങ്കിലും സ്നേഹബന്ധത്തിലോ മറ്റു ബന്ധങ്ങളിലോ ഏർപ്പെട്ട ശേഷം അവരെ ഇല്ലാതെയാക്കാൻ വേണ്ടി, അവരെ കൊന്ന് ഒഴിവാക്കാൻ ഈ സമൂഹത്തിലെ ആൾക്കാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പ്രത്യേകിച്ച് സിനിമ പോലെ മറ്റ് മേഖലകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഐഡിയ കിട്ടുമ്പോൾ അതൊക്കെ ഇപ്പുറത്ത് പ്രാവർത്തികമാക്കിക്കൊണ്ട് ഇവിടെ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യത്തിൽ ഇങ്ങനെയും കൊലപാതകം നടത്താം എന്ന ഒരു ധാരണ ജനങ്ങൾക്ക് ഇട്ടുകൊടുത്താൽ, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഈ നാടിന്റെ ഗതി എന്താകും? അപ്പോ അതിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കോടതിക്ക് കഴിയില്ല. 2022 ഒക്ടോബർ 14 ഈ ഷാരൂണിനെ കൊലപ്പെടുത്തുമെന്ന് വിളിച്ചു വരുത്തുന്നതിനാ? കൊല്ലാനാണ് എന്ന് വളരെ വ്യക്തമായ ബോധം ഗ്രീഷ്മയ്ക്കുണ്ട്. പക്ഷെ വിളിച്ചു വരുത്തുന്നത് താനുമായി ലൈംഗിക ബന്ധം നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. തനിക്കതിൽ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തി അവിടെ വെച്ച് കൊന്നുകളയുക, അല്ലെങ്കിൽ അവിടെ വെച്ച് ഈ വിഷം കുടിപ്പിക്കുക. അപ്പോൾ വളരെ കൃത്യമായ പ്ലാനിങ്. എങ്ങനെ വിളിച്ചാൽ വരും, എങ്ങനെ പ്രലോഭിപ്പിച്ചാൽ വരും, എങ്ങനെ പ്രലോഭിപ്പിച്ചാൽ വിഷം കുടിപ്പിക്കാൻ പറ്റും, ഏത് രീതിയിൽ ഷാരൂണിനെ തീർക്കാൻ പറ്റും എന്ന് വളരെ കൃത്യമായി, വളരെ വ്യക്തമായി തീരുമാനിച്ചുറപ്പിച്ചത് നടപ്പിലാക്കിയ ഈ ഒരു പെൺകുട്ടിയെ, ഇതിനെ പെൺകുട്ടിയെന്നോ സ്ത്രീയെന്നോ വിളിക്കാൻ സാധിക്കില്ല. ഇത്രയും ക്രൂരമായ മനസ്സിന് ഉടമയെ പിശാച് എന്നല്ലാതെ മറ്റൊന്ന് വിളിക്കാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ ഇത് സ്ത്രീയാണ്, പരിഗണിക്കണം, ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവരെ ഡെവിൾസ് അഡ്വക്കേറ്റ്, പിശാചിന്റെ വക്കീൽ എന്ന് മാത്രമേ വിളിക്കാൻ പറ്റൂ. Different angles. Don't forget to subscribe and support this channel.